സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ ജപിച്ച് ഹർത്താൽ ദിനത്തിൽ അവർ തല്ലി തകർത്തത് സാധാരണക്കാരന്റെ ഒരു നേരത്തെ അന്നത്തെയാണ്. സംഭവം കാസർഗോഡ് മാർക്കറ്റ് പരിസരത്ത്. ശശികല ടീച്ചറുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ആക്രമികൾ കാസർഗോഡ് മാർക്കറ്റ് പരിസരത്തെത്തുകയും പച്ചക്കറികൾ വലിച്ചെറിയുകയും ചെയ്തു. ശരണം വിളിച്ചായിരുന്നു സാധാരണക്കാരന്റെ ഒരു നേരത്തെ അന്നത്തിനെ അവർ വലിച്ചെറിഞ്ഞത്. സംഭവം നടക്കുന്ന സമയത്ത് വ്യാപാരികളിൽ പലരും എതിർത്തെങ്കിലും ചില യുവാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയത്. എന്നാൽ മീൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളും രോഷാകുലരാകുകയും തെമ്മാടിത്തരം ചെയ്ത പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് എത്തി പ്രതിഷേധക്കാരെ പറഞ്ഞയക്കുകയും ചെയ്തു. ഹർത്താലിന്റെ മറവിൽ ഇതിനു മുൻപും പലതരത്തിലുള്ള ആക്രമങ്ങൾ ഇത്തരക്കാർ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ അന്നൊന്നും ആക്രമികളെ പിടികൂടാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടുമില്ല. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധങ്ങൾ നടന്നത്. എന്നാൽ കാസർഗോഡിനെ ഹർത്താൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. കാസർഗോഡ് നഗരത്തിലെ പല സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. പുലർച്ചെ പ്രഖ്യാപിച്ച ഹർത്താലിനെ വ്യാപാരികൾ അനുകൂലിക്കുകയും ചെയ്തില്ല. നിരോധിത മേഖലയിൽ പോയി അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശശികല ടീച്ചർ ശ്രമിച്ചതെന്ന് അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.